മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, സമയം വരും എന്ന് പറഞ്ഞ് കാത്തിരിക്കാതിരിക്കുക. സമയം കടന്നുപോയി എന്ന് കരുതി വിട്ടുകളയുകയും ചെയ്യരുത്. ഇപ്പോൾ നിങ്ങൾ ഏത് സാഹചര്യത്തിലായാലും അവിടെ നിന്ന് തുടങ്ങുക. വിജയിക്കുവാൻ നിങ്ങൾക്ക് വേണ്ടത് പരിശ്രമവും ധൈര്യവും മാത്രമാണ്. ഭക്തരെ, ഗുണപരമായ ചിന്തകൾ സന്തോഷം വർദ്ധിപ്പിക്കുന്നു. ദുഷ്ടചിന്തകൾ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യം ക്ഷയിപ്പിക്കുന്നു. ആരുടെയും മുന്നിൽ നിങ്ങളുടെ വ്യക്തിത്വം അടിയറവ് വയ്ക്കരുത്. നിങ്ങളുടെ വ്യക്തിത്വം മാനിക്കുന്നവരെ തിരഞ്ഞെടുക്കാൻ സാധിക്കണം. എല്ലാം എല്ലാവരോടും വിളിച്ചു പറയുന്നവരല്ല. അത് അറിയേണ്ടവരിൽ മാത്രം നിലനിർത്താൻ കഴിവുള്ളവരാണ് വിവേകമുള്ളവർ. ജീവിതത്തിൽ ആരെയും വില കുറച്ച് കാണാതിരിക്കുക. ഓർക്കുക, നിലച്ചുപോയ ഘടികാരവും ദിവസത്തിൽ 2 പ്രാവശ്യം നിങ്ങൾക്ക് യഥാർത്ഥ സമയം കാണിച്ചു തരുന്നു. നല്ല ചിന്തയാൽ ഉണരുക. ആരോടും വെറുപ്പ് തോന്നാതെ പെരുമാറുക. ഒരു ചെറുപുഞ്ചിരിയോടെ സങ്കടങ്ങളെ നേരിടുക. തോറ്റുപോവില്ല എന്ന ഉറച്ച വിശ്വാസത്തിൽ മുന്നോട്ടു പോവുക. ആദ്യമായി നിങ്ങൾ തിരിച്ചറിയേണ്ടത് സ്വന്തം ദൗർബല്യങ്ങളാണ്. എങ്കിലേ നിങ്ങൾക്ക് നിങ്ങളുടെ പരിമിതികളെ മറികടക്കാനാകൂ. എല്ലാം തികഞ്ഞവരായി ആരുമില്ല. പോരായ്മകൾ മറ്റുള്ളവർ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനെ വിമർശിക്കുകയല്ല ചെയ്യേണ്ടത്. അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിലും അതിനെ വിലയിരുത്താൻ ശ്രമിക്കുക. ഭക്തരെ, അഹങ്കാരവും അഹംഭാവവും ഉള്ള മനുഷ്യൻ ഒരിക്കലും മറ്റുള്ളവരുടെ കഴിവിനെ അംഗീകരിച്ചു കൊടുക്കില്ല. നന്മയുള്ള മനസ്സിനെ മറ്റുള്ളവരുടെ കഴിവിനെ അംഗീകരിക്കാനും പ്രോത്സാഹിപ്പിക്കാനും കഴിയൂ. നല്ല ചിന്തകൾ കൊണ്ടും സംസ്കാരം കൊണ്ടുമാണ് ഒരു മനുഷ്യൻ വലിയവനാകുന്നത്. പണം ഏത് മാർഗത്തിലൂടെയും സ്വന്തമാക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും നേടാൻ കഴിയില്ലെന്ന് നിങ്ങളോട് പറയുന്നത് 2 തരം ആളുകളാണ്. സ്വയം ശ്രമിക്കാൻ ഭയപ്പെടുന്നവരും നിങ്ങൾ വിജയിക്കുമെന്ന് ഭയപ്പെടുന്നവരും. 1000 ശരികൾ ചെയ്താലും തെറ്റിപ്പോയ ഒരൊറ്റ തെറ്റിൻ്റെ പേരിൽ നിങ്ങളെ വിലയിരുത്തുന്ന കാലമാണിത്. നിങ്ങളുടെ ലക്ഷ്യത്തിനായി പൊരുതുക. ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.